റോഡിന് നടുക്കൂടെ പോകണം. ഹലോ ഗായ്സ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നു. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മെട്രോ സ്റ്റാർട്ട് ചെയ്ത്, അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്. റിയാദ് മെട്രോ ഞാനുണ്ട്, മോശനുണ്ട്, അക്ഷയുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇത് ഒലയ സ്ട്രീറ്റ്. ഈ റോഡ് നേരെ പോകുന്ന കമ്പ്യൂട്ടർ മാർക്കറ്റിൽ പോകും. ഇത് അഖാരിയ ബിൽഡിംഗ്, അഖാരിയ 2. ഓ, ബൈ ദ വേ, ഇത് ലിഫ്റ്റിൽ പോകാനായിട്ടോ. നമുക്ക് നടന്നു പോയാ അപ്പുറത്ത് കൂടെ പോയാലോ? നമുക്ക് നടന്നിറങ്ങാം. ലിഫ്റ്റിൽ പോകണമെന്നുള്ളവർക്ക് ലിഫ്റ്റിനുണ്ട്, എസ്കലേറ്റർ വഴി പോകണമെന്നുള്ളവർക്ക് എസ്കലേറ്റർ വഴി പോകാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാ സംഭവം ഒന്ന് കാണാൻ വേണ്ടി എസ്കലേറ്റർ വഴി പോകാൻ തന്നെ. ഇന്നത്തെ പോവാം. ഓ, സ്കീം നൈസായിട്ടുണ്ടല്ലേ. എസ്കലേറ്റർ വഴി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അതാണ് റോഡ്. നമ്മളിപ്പം ഭൂമിയുടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആദ്യം വന്ന് കയറിയത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ആക്ച്വലി അഡ്വർടൈസ്മെന്റ് ഇടാനുള്ള സ്ഥലങ്ങളാണ് ഇത് കംപ്ലീറ്റ്. ഓ നൈസ്, കൊള്ളാല്ലേ ഇത്. ഓ, ഇവിടെ ATM ഇനി ഫ്യൂച്ചറിൽ വരും കേട്ടോ. ഇതിലൊക്കെ ഇവിടെ എല്ലാം കടകളൊക്കെ ഫ്യൂച്ചറിൽ വരാനുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ മേൽഭാഗങ്ങൾ. ടിക്കറ്റ് എടുക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. ഭയങ്കര സിമ്പിളാണ് കാർഡ് എടുക്കുന്ന പ്രോസസ്സൊക്കെ. ജസ്റ്റ് 5 റിയലിന് നമുക്ക് 2 മണിക്കൂറിന് പാസ് കിട്ടും. 10 റിയലാണ് കാർഡ് നമുക്ക് മേടിക്കണമെന്നുള്ളത്. യെസ്, അങ്ങനെ അച്ഛൻ്റെയും കാർഡായി. എനിക്ക് ഓൾറെഡി ഒരു ടിക്കറ്റ് എടുത്തു, QR കോഡ് എടുത്തു. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. ഗൈസ്, അങ്ങനെ ഇതാണ് കാർഡ്. ഓ സോറി, ഇതാണ് കാർഡ്. ഓ, ഇതാണ് മറ്റേ റോഡിന്റെ സെൻട്രിൽ കൂടെ കാണുന്ന സ്ഥലം. ഇതാ കണ്ടോ? ആമാ, അത് ഇനിയും അങ്ങേയും കീഴെ പോകുന്നുണ്ട. വീണ്ടും നമുക്കിനി താഴെ പോകണം. ഓക്കേ. ഓ, നമ്മളിത് ഇനിയും താഴെ പോവാ. അപ്പൊ നമ്മളിപ്പോ എത്ര താഴെ വന്നു? നല്ല താഴെയാ ഇപ്പം. ഓക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഇതോ മെട്രോ വരുന്നത്. യെസ് ഗായ്സ്, ഹൗസ്ഫുൾ ആണല്ലോ വണ്ടി. ആമാ. ഓ, ഇതിങ്ങനെ ഇതുണ്ടോ, ഇതാണ് ഫ്ലോർ പ്ലാൻ. ഇത് സ്ട്രീറ്റ് ലെവല്, ഇത് ലോബി, ഇതാണ് പ്ലാറ്റ്ഫോം. ഇപ്പം നമ്മൾ ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഓക്കെ, പക്ഷെ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭാവിയിൽ അഡ്വർടൈസ്മെന്റ് വരാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ് സ്ഥലം. ചാടി കയറുക. ഫ്ലൈറ്റിൽ കയറിയ ഒരു മണമില്ലേ? ഫ്ലൈറ്റിനകത്ത് ഇതേ ഒരു മണമുണ്ട് ഇല്ലേണ്ണ? ഫ്ലൈറ്റിക്കുള്ള ഇതേ സെയിം ഒരു മണം.
ഈ കളർ കാണിക്കുന്നത് കേട്ടോ. ഈ കളർ ഇപ്പോൾ വയലറ്റ് ലൈനിൽ പോകണം. നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങി വയലറ്റ് ലൈനിലും പോവാം, യെല്ലോ ലൈനിലും പോവാം. ഈ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ലൈനിലോട്ട് മാറിക്കയറാം. ഡി സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ ഗ്രീൻ ലൈനിലോട്ട് മാറിക്കയറാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ മോസസനം പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് മനസ്സിലായത്. ഇതിങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേഷനിലൊക്കെ നമുക്ക് ആ ട്രാക്ക് ഓവർലാപ്പ് വന്നിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ മാറി കയറി പോകാൻ പറ്റും. സ്മോക്ക് പണ്ട ഹലോ ഗേൾസ്, നമ്മൾ മേളിൽ കയറി ഗേൾസ്. നിങ്ങളൊക്കെ ട്രാഫിക്കിൽ പെട്ടിരിക്കുമല്ലേ? ഞങ്ങൾ ട്രാഫിക് ആ മേലെ വന്ന് ഇത് എന്താ ഇടാണ്ട വ്യക്തം മുടിച്ചിട്ട് നിனைக்கிறானா? ഇതിലൊക്കെ ക്യാമറ ഉണ്ട് കണ്ടോ? ക്യാമറ അത് കൊള്ളാല്ലേ? ആമാ നമ്മൾ മൻഫയിലെത്തി, മൻഫ സ്റ്റേഷനിലെത്തി ഗൈസ്. അത് അങ്ങ് പോകുന്നത് ഈ ലൈനിന്റെ ലാസ്റ്റ് ആണ് ഇത്. ഈ സ്റ്റേഷൻ നമ്മളിപ്പോൾ ഇറങ്ങിയത്. മെട്രോയുടെ സൗണ്ട് ആയിട്ടോ കേൾക്കുന്നത്. നമ്മളിനി ഇവിടെ കൂടെ നേരെ താഴെ പോകും. എക്സിറ്റ്. എന്നാ ചേട്ടാ? ഓ ആ വെള്ള കളറിലെ പവർ. ഓ അങ്ങനെ. ഞങ്ങൾ പോകുമ്പോൾ കറക്റ്റ് സമയം നോക്കുന്നതായിരിക്കും കേട്ടോ. അവിടെയാ? ഓ ഇവിടെ നമ്മൾ വെളിയിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മാറി കയറാം. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഈ സ്റ്റേഷനിൽ നിന്ന് മാറി മേലോട്ട് പോവാം. ഇങ്ങോട്ട് വന്നില്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിനി തിരിച്ചു പോകണം. അപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മൾ ഇതുപോലെ ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയി കയറുക. പക്ഷെ കൊള്ളാം കേട്ടോ. ഇതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പം അതായത് നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നു. ആ സെയിം റൂട്ടിൽ നമ്മൾ തിരിച്ചു പോകുക. പക്ഷെ ബാക്ക് നമ്മൾ ട്രെയിൻ മാറി കയറി. എങ്ങനെയുണ്ട് എക്സാം? സമയം നോക്കിക്കോ. ഇവിടെ നിന്ന് കയറുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇതാ. അസീസിയിലെ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് വരാത്തത്. നമ്മൾ അടുത്ത് ഇവിടുന്ന് നമ്മളിങ്ങനെ അടുത്ത് പോവുകയാണ്. ഈ കളർ കാണിക്കുന്നത് കേട്ടോ. ഈ കളർ ഇപ്പോൾ വയലറ്റ് ലൈനിൽ പോകണം. നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങി വയലറ്റ് ലൈനിലും പോവാം, യെല്ലോ ലൈനിലും പോവാം. ഈ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ലൈനിലോട്ട് മാറിക്കയറാം. ഡി സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ ഗ്രീൻ ലൈനിലോട്ട് മാറിക്കയറാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ മോസസനം പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് മനസ്സിലായത്. ഇതിങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേഷനിലൊക്കെ നമുക്ക് ആ ട്രാക്ക് ഓവർലാപ്പ് വന്നിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ മാറി കയറി പോകാൻ പറ്റും. യെസ് ഗൈസ്, ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് മേളിൽ പോകണം എക്സിറ്റ് ആവാനായിട്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ മേളിലെത്തി. നമുക്കിവിടെ നിന്ന് മേളിലോട്ട് പോകാം. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ 20 മിനിറ്റ്സ് അല്ലേ? മുറബ മൻഫോ കഴിഞ്ഞ് നെസ്റ്റോയും കഴിഞ്ഞ് പോയി. അവിടെ നിന്ന് ഒലയിൽ 20 മിനിറ്റ്സിലെത്തി. ദാറ്റ് ഈസ് നൈസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് മേലോട്ട് പോകാൻ പറ്റും. ഇവിടെ ഈ സൈഡിൽ കടകളുണ്ട്.
വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ. ഇവിടെ നമുക്ക് നേരെ മേളിൽ പോവാം. പാം കമോൺ. അതായത് ഇപ്പം വരുന്നവരും പോകുന്നവരെല്ലാം ജസ്റ്റ് മെട്രോ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് കൂടുതൽ പേരും വന്നിരിക്കുന്നത്. പക്ഷെ കൊള്ളാം, നൈസായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഇനി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ചാച്ചാ യെസ്, വീണ്ടും ഞങ്ങൾ ഒലയിലെത്തി. വീണ്ടും ഞങ്ങൾ ഒലയിലെത്തി. ഇതുപോലത്തെ സ്കൂട്ടേഴ്സ് ഉണ്ട് ഇവിടെ. നമുക്കിതിൽ കയറിയിട്ട് നമുക്ക് അടുത്തുള്ള ഡെസ്റ്റിനേഷൻ എങ്ങനെയാണോ അങ്ങോട്ട് പോകാം. ഇത് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പോകാൻ പറ്റും. ഒരു 40 മിനിറ്റ്സാണ് അങ്ങോട്ട്. ആ ഒരു ലൈൻ നമ്മൾ ഫുൾ അങ്ങറ്റം വരെ പോവുകയാണെങ്കിൽ ബ്ലൂ ലൈന് 40 മിനിറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ 40 മിനിറ്റ്സ് എടുക്കും. ഞങ്ങളിപ്പം മുറബയും കഴിഞ്ഞ് നെസ്റ്റോയും കഴിഞ്ഞ് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സമയം നോക്കിയപ്പം ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ അവിടെ നിന്ന് ഒലയ്ക്ക്. കൊള്ളാം, നൈസാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നല്ലതാണ്. പിന്നെ ഈ കുറേ ഇൻ്റർസെക്ഷൻ അടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് ട്രെയിനൊക്കെ മാറി കയറാനും കാര്യങ്ങളൊക്കെ. പക്ഷേ കൊള്ളാം, അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സൈൻ ഓഫ് ഗൈസ്. ട്രെയിൻ യാത്ര ക്ഷീണിച്ചു. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തിരക്കുണ്ടായിരുന്നില്ലേ? യാ, സോ ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക. ട്രെയിന് നല്ല തിരക്കുണ്ട് കേട്ടോ. പീക്ക് ടൈമിൽ എങ്ങനെയാണെന്ന്, ഇന്ന് ഫ്രൈഡേ ആയിട്ടാണ് ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഉള്ള തിരക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ പേരും ആൾക്കാർ ഈ ഒരു സമയത്ത് വരുന്നത്. പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാരി ബിൽഡിംഗ്, ഒലേ അക്കാരിയല്ലേ, നമ്മുടെ സുലൈമാൻ ഹബീബ് അക്കാരി ബിൽഡിങ്, അലിൻമ ബാങ്കിൻ്റെ ബിൽഡിങ്ങില്ലേ, ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി. ഓക്കെ ഗൈസ്, ദെൻ ടേക്ക് കെയർ.